റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന വിഷയത്തെ ചൊല്ലി യൂറോപ്യൻ യൂണിയനുള്ളിൽ കടുത്ത ആഭ്യന്തര കലഹവും നയതന്ത്ര യുദ്ധവും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. റഷ്യയുമായി രഹസ്യ ചർച്ചകൾ നടത്താനുള്ള യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്തോണിയോ കോസ്റ്റയുടെ നീക്കങ്ങളെ ഫ്രാൻസും ജർമ്മനിയും ഒന്നിച്ചു വെട്ടിയതോടെയാണ് യൂറോപ്യൻ ചേരിയിലെ ഭിന്നതകൾ പരസ്യമായത്. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്തോണിയോ കോസ്റ്റ ക്രെംലിനുമായി ഒരു നേരിട്ടുള്ള രഹസ്യ നയതന്ത്ര ചാനൽ സ്ഥാപിക്കാൻ ശ്രമിച്ചതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി റഷ്യയുമായി അണിയറ ചർച്ചകൾ നടത്തുകയായിരുന്നു കോസ്റ്റയുടെ ലക്ഷ്യം. എന്നാൽ ഈ നീക്കം യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും ശക്തരായ മറ്റ് രണ്ട് നേതാക്കളുടെ കടുത്ത എതിർപ്പിന് കാരണമായി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഹ് മെർസും ഒത്തുചേർന്ന് ഈ രഹസ്യ നയതന്ത്ര നീക്കത്തെ പൂർണ്ണമായും തടയുകയായിരുന്നു. ബ്രസൽസിൽ നടന്ന അതീവ നാടകീയമായ ഉച്ചകോടിയിൽ വെച്ചാണ് ഈ വിഷയത്തിൽ യൂറോപ്യൻ നേതാക്കൾ തമ്മിൽ കടുത്ത വാഗ്വാദങ്ങൾ ഉണ്ടായതും രഹസ്യ ചർച്ചയ്ക്കുള്ള പദ്ധതികൾ റദ്ദാക്കപ്പെട്ടതും. ഉച്ചകോടിയിൽ വെച്ച് കടുത്ത ഭാഷയിലാണ് ഇമ്മാനുവൽ മാക്രോൺ ഈ നീക്കത്തെ വിമർശിച്ചത്. നാം ഇവിടെ മധ്യസ്ഥരല്ല, നാം യുക്രൈനൊപ്പം ഉറച്ചു നിൽക്കുന്നവരാണ് എന്നായിരുന്നു മാക്രോണിന്റെ പരസ്യമായ പ്രഖ്യാപനം. റഷ്യയുമായി യാതൊരുവിധ വിട്ടുവീഴ്ചകൾക്കും ചർച്ചകൾക്കും തങ്ങൾ തയ്യാറല്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഫ്രാൻസും ജർമ്മനിയും ഇതിലൂടെ നൽകിയത്. റഷ്യയോടുള്ള സമീപനത്തിന്റെ കാര്യത്തിൽ യൂറോപ്യൻ യൂണിയനെ പ്രതിനിധീകരിച്ച് സംസാരിക്കേണ്ടത് ആരാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് സമാധാന ചർച്ചകൾക്ക് വഴി തേടുമ്പോൾ ശക്തരായ അംഗരാജ്യങ്ങൾ യുദ്ധം തുടരാനാണ് ആഗ്രഹിക്കുന്നത്. ഈ അധികാര തർക്കം യൂറോപ്യൻ ചേരിയെ കൂടുതൽ ദുർബലപ്പെടുത്തുന്നുണ്ട്. യൂറോപ്പിലെ ഈ ആഭ്യന്തര ഭിന്നതകൾക്കിടയിലേക്ക് തങ്ങളുടെ ഏറ്റവും കടുത്ത ആണവ മുന്നറിയിപ്പുമായി റഷ്യയും രംഗത്തെത്തി കഴിഞ്ഞു. യൂറോപ്യൻ യൂണിയൻ അതിർത്തികളിൽ നടത്തുന്ന വൻതോതിലുള്ള സൈനിക വിന്യാസങ്ങൾ കാര്യങ്ങളെ വലിയൊരു ദുരന്തത്തിലേക്കാണ് നയിക്കുന്നതെന്ന് മോസ്കോ താക്കീത് നൽകുന്നു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവാണ് പാശ്ചാത്യ രാജ്യങ്ങളെ നടുക്കുന്ന പുതിയ പ്രസ്താവന നടത്തിയത്. യൂറോപ്യൻ യൂണിയന്റെ നിലവിലെ സൈനിക നീക്കങ്ങൾ നാറ്റോയും റഷ്യയും തമ്മിലുള്ള നേരിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് വഴി തുറക്കുകയാണെന്ന് ലാവ്റോവ് ചൂണ്ടിക്കാണിച്ചു. ഇത്തരമൊരു നേരിട്ടുള്ള യുദ്ധമുണ്ടായാൽ അത് കേവലം ഒരു പരമ്പരാഗത യുദ്ധമായി ഒതുങ്ങില്ലെന്നും നിമിഷങ്ങൾക്കകം ലോകത്തെ ചാരമാക്കാൻ പോന്ന ആണവാക്രമണങ്ങളിലേക്ക് വഴിമാറുമെന്നുമാണ് റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ ചോര മരവിക്കുന്ന മുന്നറിയിപ്പ്. പാശ്ചാത്യ രാജ്യങ്ങൾ തീക്കളി അവസാനിപ്പിക്കണമെന്നാണ് മോസ്കോയുടെ ആവശ്യം. ജർമ്മനിയിൽ ഭരണം മാറിയതിനു ശേഷം ചാൻസലറായി ചുമതലയേറ്റ ഫ്രീഡ്രിഹ് മെർസ് റഷ്യയോട് കൂടുതൽ കടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. മുൻ ഭരണകൂടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യുക്രൈന് കൂടുതൽ മാരകായുധങ്ങൾ നൽകണമെന്ന പക്ഷക്കാരനാണ് അദ്ദേഹം. ഇതും റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനുള്ളിലെ ഈ ഭിന്നത വ്ളാഡിമിർ പുടിന് ലഭിക്കുന്ന വലിയൊരു നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ യുദ്ധത്തോടുള്ള മടുപ്പ് വർദ്ധിച്ചു വരികയാണെന്നും സഖ്യത്തിനുള്ളിൽ വലിയ വിള്ളലുകൾ വീണിട്ടുണ്ടെന്നും തെളിയിക്കാൻ മോസ്കോയ്ക്ക് ഇതിലൂടെ സാധിക്കുന്നു. അന്തോണിയോ കോസ്റ്റയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം വിശ്വസിക്കുന്നത് റഷ്യയുമായി ചർച്ചകൾ നടത്താതെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നാണ്. യുക്രൈന് എത്ര ആയുധങ്ങൾ നൽകിയാലും റഷ്യയെ പൂർണ്ണമായി പരാജയപ്പെടുത്തുക അസാധ്യമാണെന്ന യാഥാർത്ഥ്യം ഇവർ തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ മാക്രോണിനെയും മെർസിനെയും പോലുള്ള നേതാക്കൾ ഭയപ്പെടുന്നത് റഷ്യയുമായി ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറായാൽ അത് യൂറോപ്പിന്റെ പൂർണ്ണമായ കീഴടങ്ങലായി വ്യാഖ്യാനിക്കപ്പെടുമെന്നാണ്. അത് പുടിന്റെ ആത്മവിശ്വാസം കൂട്ടുമെന്നും വരും വർഷങ്ങളിൽ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരെ റഷ്യ തിരിയാൻ അത് കാരണമാക്കുമെന്നും അവർ വാദിക്കുന്നു. അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അനുസരിച്ച് യൂറോപ്പ് ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. സാമ്പത്തിക തകർച്ചയും ഊർജ്ജ പ്രതിസന്ധിയും നേരിടുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇനിയും എത്ര കാലം യുക്രൈനെ സാമ്പത്തികമായി പിന്തുണയ്ക്കാൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. റഷ്യയുടെ ആണവ മുന്നറിയിപ്പുകളെ കേവലം ഭീഷണിയായി കണ്ട് തള്ളിക്കളയാൻ കഴിയില്ലെന്ന് പ്രതിരോധ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. അതിർത്തികളിൽ നേരിയൊരു പിഴവ് സംഭവിച്ചാൽ പോലും അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന തരത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. ക്രെംലിനുമായുള്ള രഹസ്യ ചർച്ചകൾ ഫ്രാൻസും ജർമ്മനിയും ചേർന്ന് പൊളിച്ചതോടെ യൂറോപ്യൻ യൂണിയൻ കൂടുതൽ സങ്കീർണമായ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. സമാധാന നീക്കങ്ങൾ പരാജയപ്പെടുകയും ആണവ യുദ്ധഭീതി നിലനിൽക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ യൂറോപ്പിന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് ലോകം അതീവ ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത്.